ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് നമ്മുടെ റെസിപ്പി ഈന്തപ്പഴം വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിഡിലൻ സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. സാധാരണ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതിനേക്കാളും ഡിഫറെൻ്റ് ആയിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റും പുറം നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ബോൾ പോലത്തെ ഈ ഒരു സ്നാക്സ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു 18 ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു അളവ് വെച്ചിട്ട് കറക്റ്റായിട്ട് 18 സ്നാക്സ് ആണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുക. പിന്നെ എല്ലാതും ഇതേ രീതിയിൽ മൊത്തത്തിൽ ഞാനിവിടെ കുരു കളഞ്ഞിട്ടാണ് എടുത്തുള്ളത്. പിന്നെ ഈന്തപ്പഴം എടുക്കുമ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള എടുക്കാതെ കുറച്ച് ഹാർഡ് ആയിട്ടുള്ളത് എടുക്കണതാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാകുക. ഈ ഒരു കുരു കളഞ്ഞിട്ടുള്ള ആ ഒരു ഗ്യാപ്പിലേക്ക് ഒരു അണ്ടിപ്പരിപ്പ് വെച്ചെടുക്കാം. ഇതുപോലെ അണ്ടിപ്പരിപ്പ് ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ എല്ലാം ചെയ്തിട്ട് എടുക്കാം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും. നിർബന്ധമില്ല, നിങ്ങൾ കയ്യിൽ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ട് എടുക്കുക. എല്ലാതും ഇതേ രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇതവിടെ ഇരിക്കട്ടെ. ഇതിലേക്കുള്ള ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.25 കപ്പ് ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ചെറിയൊരു ചൂട് മാത്രമേ പാടുള്ളൂ, ഒത്തിരി വെള്ളം ചൂടായി പോകണ്ട. അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂണോളം ഉപ്പ് എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഇത്ര തന്നെ മതിയാകും, കൂടുതലായിട്ട് ചേർക്കണ്ട. കൂടെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ എല്ലാം കൂടെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇതിവിടെ നല്ല പോലെ മിക്സായി വന്നിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നാൽ ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. 250 ml കപ്പിൽ 1.5 കപ്പ് മൈദയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മൈദ വേണ്ടാന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാവുന്നേ ഉള്ളൂ. പക്ഷെ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാകുക മൈദ വെച്ചിട്ട് ചെയ്യുമ്പോൾ തന്നെയാണ്. ഇതുപോലത്തെ ഒരു വിസ്കോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ നല്ല തിക്കായിട്ടുള്ള ബാറ്റർ ആക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. ഒത്തിരി ലൂസായി പോകരുത്, നല്ല കട്ടിയുള്ള ബാറ്റർ വേണം ഇത് കിട്ടാനായിട്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എനിക്കിതിലേക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ എടുക്കണം മൈദക്കനുസരിച്ച് ചിലപ്പോൾ വെള്ളത്തിൻ്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വന്നേക്കും. അഥവാ വെള്ളം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഇളം ചൂടുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക. ഈ ഒരു തിക്നെസ്സാണ് കേട്ടോ ഈ ഒരു ബാറ്ററിന് വേണ്ടത്. അധികം കട്ടി വേണം, ഒട്ടും ലൂസായി പോകരുത്. ഇനി ഇത് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം. നല്ല രീതിയിൽ അടച്ചു വെച്ചതിന് ശേഷം നല്ല ചൂടുള്ള സ്ഥലത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 2 മണിക്കൂർ കൊണ്ട് തന്നെ പൊങ്ങിയിട്ട് വരും. നിങ്ങളുടെ കയ്യിൽ റൈസ് കുക്കർ ഉണ്ടെങ്കിൽ അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് മാറ്റി വെക്കാം. നല്ല രീതിയിലൊന്ന് പൊങ്ങി വരട്ടെ. ഇപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവുത നല്ല രീതിയിൽ പൊങ്ങി നല്ല ഡബിളായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് പൊങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി മിക്സ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ. ഒത്തിരി മിക്സാക്കി എടുക്കരുത്. ഇതിങ്ങനെ തന്നെ വേണം ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. ഇത് പൊരിച്ചെടുക്കാനുള്ള എണ്ണ നല്ല രീതിയിൽ ചൂടാക്കി എടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക. ഒത്തിരി എണ്ണയ്ക്ക് ചൂടുണ്ടാകാനായിട്ട് പാടില്ല, പുറം പെട്ടെന്ന് തന്നെ കരിഞ്ഞിട്ട് പോകും. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഈന്തപ്പഴം ഒരെണ്ണ മാവിലങ്ങ് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. നല്ല പോലെ കോട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ചൂടാക്കി എടുക്കുന്ന ഈ എണ്ണയിലേക്ക് ഇട്ടങ്ങ് ഫ്രൈ ആക്കി എടുക്കുക. ഇനി എല്ലാതും ഇതേ രീതിയിൽ അങ്ങ് പൊരിച്ചിട്ടെടുക്കാം. പിന്നെ ഇത് ഫ്രൈ ആക്കി എടുക്കുമ്പോൾ എണ്ണന് ചൂട് നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഒത്തിരി ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ടുകൊടുത്താൽ പുറം ഭാഗം പെട്ടെന്ന് അങ്ങ് മുരിഞ്ഞിട്ട് ഉള്ളു വേവാത്ത പോലെ ആവട്ടോ ഉണ്ടാകുക. കാരണം ഇതിൽ ഈസ്റ്റൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഉള്ളു ചെറുതായിട്ടൊന്ന് കുക്കായിട്ട് വരികയും ചെയ്യണം. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തിരിച്ചു മറിച്ചിട്ട് നല്ല പോലെ ഇത് ഫ്രൈ ആക്കി എടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് കളറൊക്കെ നല്ല രീതിയിൽ ചേഞ്ച് ആയിട്ട് വന്നാൽ എണ്ണ കോരി മാറ്റാം. പിന്നെ ഒട്ടും എണ്ണ കുടിക്കാത്ത അടിപൊളി സ്നാക്സ് ആണിത്. ഇനി എല്ലാതും ഇതേ രീതിയിൽ ഫ്രൈ ആക്കി എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒറ്റ പ്രാവശ്യം കൂടുതലായിട്ടും പൊരിച്ചെടുക്കാം കേട്ടോ. മൊത്തത്തിൽ ഞാനിവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരാൾ വെച്ചിട്ട് കറക്റ്റായിട്ട് 18 സ്നാക്സ് ആണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുക. അടിപൊളി ടേസ്റ്റാണ്. പോലെ കേട്ടോ ഇത് ഉണ്ടാക്കുക. ഉള്ളിൽ നല്ല സോഫ്റ്റും പുറം നല്ല ക്രിസ്പി ആയിട്ടാണ് ഇത് ഉള്ളത്.
അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നട്ട്സൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കാത്തവർ ഉറപ്പായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്